തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി CPM സമ്മേളനവേദി നിർമ്മിച്ചതിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ വരികയാണ്. വഞ്ചിയൂർ SHO ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണം. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, ജസ്റ്റിസ് S. മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ചിലാണ് ഈ കേസ് വരുന്നത്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വീണ്ടും ചേരുന്നു. ശ്രീകാന്ത്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് അഗൈൻ എസ്കേൻ. ഈ വഞ്ചിയൂരിൽ CPIM-ന്റെ നേതൃത്വത്തിൽ അവരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് റോഡിൽ അവരൊരു വലിയ കമാനം സ്ഥാപിച്ചിരുന്നു, ഒപ്പം തന്നെ സ്റ്റേജും സ്ഥാപിച്ചിരുന്നു. ഈ രണ്ട് സംഭവങ്ങൾക്കെതിരെ ഹൈക്കോടതിയുടെ മുൻപിൽ അതൊരു ഹർജിയായി എത്തുകയും അതിന്മേൽ കോടതി അതിരൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുകയും നടത്തിയിരുന്നു. അതിൽ കോടതി പറഞ്ഞത് ഈ സംസ്ഥാനത്തൊരു നിയമ സംവിധാനമുണ്ടോ എന്ന് സംശയിക്കുന്നതാണ്. കോടതി ഇറക്കുന്ന ഉത്തരവുകൾ അത് കൃത്യമായി പാലിക്കപ്പെടാതെ കോൾഡ് സ്റ്റോറേജുകളിൽ വെച്ചിരിക്കുകയാണ് എന്നും കോടതി ആക്ഷേപം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, സംസ്ഥാന DGPക്കും ഒപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട്. ഇന്ന് വഞ്ചിയൂർ SHO നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായി ഈ വിഷയത്തിൽ മറുപടി നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഫുട്പാത്തുകൾ കയ്യേറിയും അതോടൊപ്പം നിരത്തുകൾ കയ്യേറിയും കാൽനട യാത്രക്കാർക്ക് നടക്കാൻ കഴിയാത്ത വിധം ഇത്തരത്തിൽ സ്റ്റേജുകൾ കെട്ടുന്ന സാഹചര്യമുണ്ട്. അത് കണ്ടിട്ടുണ്ട്. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണും എന്ന് ഉറപ്പിച്ചാണ് കോടതി ഈ കേസിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ശ്രീകാന്ത്.